ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് റൂമിലിരുന്ന് ബോറടിച്ചപ്പോൾ നമ്മൾ കരുതി എന്നാൽ നമുക്ക് അമ്പലത്തിലൊന്ന് പോകുന്ന കുറേ നാളായിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് അപ്പോൾ ഇടയ്ക്കെങ്കിലും ദൈവത്തെ പോയി കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ അവർ പിണങ്ങിയാലോ എന്നോർത്ത് ചടപടിയെന്ന് നമ്മൾ റെഡിയായി നേരെ വിട്ടു. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇൻട്രോ എടുക്കാൻ നമുക്കിപ്പോഴും ശരിയായിട്ട് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇൻട്രോ എപ്പോഴും ഒരു ഓൺ വോയിസ് ചെയ്യുന്നത്. നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ സംസാരിക്കാൻ. നമ്മളിപ്പം നിൽക്കുന്നത് ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ, അതായത് വഞ്ചൂർ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെയാണ്. നമ്മളിവിടുന്ന് ബസ് കയറിയാണ് ഈസ്റ്റ് ഫോർട്ടിലോട്ട് പോകുന്നത്. ഇവിടുന്ന് ഒരു 10-15 രൂപ പോയിന്റ് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ബസ്സിൽ പോവാം. ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ഇന്ന് സൺഡേ ആയ കാരണം ബസ് ഉണ്ടോ ഇല്ലയോ നമുക്കത് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. വഞ്ചൂർ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വണ്ടി വരുന്നുണ്ട്, അത് ഈസ്റ്റ് ഫോർട്ടിലോട്ടാണോ നമുക്ക് നോക്കാം. അയ്യോ, നമുക്ക് ചെറുതായിട്ട് പണി പാടേ. പക്ഷേ ഇത് ഈസ്റ്റ് ഫോർട്ട് അല്ല, ആലാണ് കിഴക്കേക്കോട്ട. അപ്പോൾ 13 രൂപ പോയിൻ്റാണ് കേട്ടോ നമുക്ക് ടിക്കറ്റിനായിട്ടുള്ളത്. 2 പേർക്ക് 26 രൂപയാണ് നമുക്ക്. ഞാൻ നിന്നെ നോക്കി അവിടെ വീഡിയോ എടുത്താൽ മതി. ഇത് യെസ്, അങ്ങനെ ഫൈനലി നമ്മൾ അമ്പലത്തിലെത്തിയില്ല, പരിസരത്തെത്തി. ഈസ്റ്റ് ഫോർട്ട് ബസ് സ്റ്റാൻഡിലാണ് നമ്മളിപ്പോൾ എത്തിയത്. വേണ്ട, നീ വാങ്ങിയത്. എത്രയാണ്? 20 എത്ര? ഒരെണ്ണം മതി. നമ്മൾ ചെരുപ്പെടുക്കാൻ വേണ്ടി വന്നു. നമുക്ക് അമ്പലത്തിൽ നിന്ന് പ്രസാദം കിട്ടിയതിന് ഉണ്ണിയപ്പോ അടയാണ്. അവിടെ ദീപാരാധന കഴിഞ്ഞപ്പോൾ കിട്ടിയ പ്രസാദമാണ്. ഇനി അപ്പം നമ്മൾ പോകാൻ പോകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അമ്പലത്തിൽ കയറുന്നില്ല, അമ്പലത്തിൻ്റെ അമ്പലത്തിൻ്റെ പുറത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം ഇതാണ് ഇവിടുത്തെ KSRTC ബസ്, ഈസ്റ്റ് ഫോർട്ടിലെ KSRTC ബസ് സ്റ്റാൻഡാണിത്. ആക്ച്വലി ഇവിടെ ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ. ലോക്കൽ സാധനങ്ങൾ കിട്ടുന്ന ഇഷ്ടംപോലെ കടകളുണ്ട്. ഒരു തീർത്ഥാടനമല്ല, ഒരു ടൂറിസ്റ്റിൻ്റെയാണ് കേട്ടോ. യെസ്, KSRTCയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടൂറിസമാണ് നിങ്ങൾ കാണുന്നത്. പൊന്മുടി, മങ്കയ, മീൻമുട്ടി അവിടോട്ടൊക്കെ പോകുമ്പോൾ 500 രൂപയുള്ളൂ ടിക്കറ്റ് പ്രൈസ് വന്നേക്കുന്നത്. ആക്ച്വലി ഇവിടെ ചെരുപ്പുകൾക്കൊക്കെ 99 രൂപ. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് നിങ്ങൾ ഈ കാണുന്ന ഈസ്റ്റ് ഫോർട്ട് ഓവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇതാണ് കൊട്ടാരത്തിൻ്റെ കവാടം. ഇത് നമ്മൾ നേരെ കാണുമ്പോൾ
നേരെ നോക്കുമ്പോൾ കാണുന്ന ആ പത്മനാഭൻ്റെ അമ്പലം അത് വല്ലാത്തൊരു ഫീല് തന്നെയാണ്. ഇവിടെ വരുന്നവർക്കേ ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. ഈവനിങ് ഇവിടെ വരാൻ അടിപൊളിയാണ്. സൈഡ് ഫുൾ കടകളാണ്. ഇഷ്ടം പോലെ കടകളുണ്ട് ഇവിടെ. നൈറ്റ് ആയി കഴിയുമ്പോൾ ഇവിടുത്തെ ഓട്ടോറിക്ഷയൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. ഒരു 50 രൂപ ഓട്ടത്തിന് 100 രൂപയൊക്കെ ചോദിക്കും. അത്യാവശ്യം ആക്ച്വലി ഇവിടെ മിക്കപ്പോഴും മലയാളികളെക്കാളും കൂടുതൽ കാണുന്നത് അന്യ സംസ്ഥാനക്കാരാട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല അടിപൊളി കാറ്റാട്ടോ, ഒരു രക്ഷയില്ല ഇവിടെ വന്നിരിക്കാൻ. നമ്മളിപ്പോൾ അമ്പലത്തിൽ കയറുന്നില്ല, കാരണം നമ്മൾ ഇവിടെ അറിയാമല്ലോ, ഇവിടെ അമ്പലത്തിൽ കയറണമെങ്കിൽ നമുക്ക് സാരി, പാവട, ബ്ലൗസ്, ഹാഫ് സാരി ഈ 3 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗേൾസിനും ബോയ്സിനും മുണ്ട് കയ്യിൽ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇരിക്കുക, ഇവിടെയൊക്കെ ഒന്ന് കാണുക. എത്ര വന്നാലും ഇവിടുത്തെ ഒരു ഫീൽ അത് വേറെ തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലോക്ക് റൂം ഉണ്ട് കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ വകയായിട്ടുള്ള ക്ലോക്ക് റൂമാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ട് വേണം പോകാൻ. ഇവിടെ 5 രൂപ 10 രൂപയ്ക്കുള്ള ഫോൺ വെക്കാൻ, ഷർട്ട്, അങ്ങനെ എല്ലാത്തിനും. ഓ ചായ സത്യത്തിൽ ഒരു ഫീലാണ് കേട്ടോ. ഇവിടെ വൈകിട്ട് വന്നു ഈ ലൈറ്റിങ്ങിനോടെ ഈ ഗോപുരം കാണുകയെന്ന് വെച്ചാൽ അതൊരു വേറെ ഫീൽ തന്നെ. അതിൽ ശരിക്കും നല്ല ചമ്മലുണ്ട് കേട്ടോ ഇങ്ങനെ വീഡിയോ എടുക്കാൻ. അതാണ് നമ്മൾ ട്രൈ ചെയ്യും. നമ്മൾ ബെറ്ററായിട്ട് ട്രൈ ചെയ്ത് വരും. ഇനിയുള്ള വീഡിയോസ് നമ്മൾ നല്ലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ കുറേ വർഷമായിട്ട്, വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ചെയ്യണമെന്ന്. പക്ഷെ ഇതുവരെയും അങ്ങോട്ട് എന്താ പറയുന്നത്, സത്യം പറഞ്ഞാൽ മതി. ഈ യൂട്യൂബ് തുടങ്ങാനൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് ഇപ്പോഴും നമ്മളെ ഇരിപ്പുണ്ട്. പക്ഷേ അത് എഡിറ്റ് ചെയ്യാനും ഇട്ട് കഴിഞ്ഞാൽ ചമ്മൽ കാരണം ഇടാത്ത വീഡിയോസ് മാത്രമാണ് നമ്മൾ ഒന്നും ഇടാത്തത്. നമ്മൾ പറയുന്ന എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നെറ്റും കാര്യങ്ങളൊന്നുമില്ല. ഒരു ന്യൂ ബിസിനസ്സിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അതിൻ്റെ കുറച്ച് പോരായ്മകളെല്ലാം കാണും. പക്ഷെ നമ്മൾ പറഞ്ഞു നമ്മൾ ബെറ്ററാക്കി കൊണ്ടുവന്നിരിക്കും. ഒരു നല്ല വ്ലോഗ്, നല്ല രസം. നമ്മൾ മെയിനായിട്ട് ഡെയിലി എന്തായിരിക്കും ട്രാവലൊന്നുമല്ല. നമ്മളിപ്പോൾ ഉള്ള ട്രിവാൻഡ്രത്ത് നമ്മൾ പോകുന്ന കുറച്ച് ടൂറിസ്റ്റ് പ്ലേസൊക്കെ ഉണ്ട്. ഇവിടെ അടുത്ത് നിന്നുള്ള നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. കാരണം നമ്മുടെ എടുക്കാൻ 10 പൈസ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന കുറേ സ്ഥലങ്ങളും ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ട്രിവാൻഡ്രത്ത് നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മുടെ വീഡിയോസിലുണ്ടാകും. നമ്മൾ ഡെയിലി വീഡിയോ എടുക്കാൻ ബാഗൊക്കെ ഉണ്ട് എൻ്റെ തോളത്ത്. അപ്പോൾ ഇതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കുളം. ഇതാണ് സത്യം പറയാം ഇവിടെ നിന്ന് അടിപൊളി കാറ്റാട്ടോ. ഇവിടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് വഴി പോകുന്ന എല്ലാവരെയും കമൻ്റ് അടിക്കുക എന്നുള്ളതാണ് ഇവിടെ മെയിൻ പരിപാടി. ഒരാണിനും പെണ്ണിനും നടന്നു പോകാൻ പറ്റത്തില്ല ഇവിടെ ശല്യം കാരണം.
നല്ല രീതിയിൽ വീഡിയോ എടുത്തുകൊണ്ട് വരുമായിരുന്നു. അപ്പോഴത്തേക്കും മഴ ചെറുതായിട്ട് ചാറി തുടങ്ങി. പെട്ട് നമ്മൾ കുട എടുത്തില്ല. രാവിലത്തെ വൈകിട്ടത്തെ വെയിൽ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് മഴ പെയ്യത്തില്ലെന്ന്. പക്ഷേ മഴ നല്ല രീതിക്ക് ചാറി തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും നനഞ്ഞു പോകേണ്ടി വരും. ഇനി അങ്ങോട്ട് ബസ്സും ഈ സമയത്തിൽ ഒരു ഞായറാഴ്ച കൂടി ആണ്ട് 7-8 മണി വരെ ബസ്സും ഉള്ളൂ. ബസ്സിന് കിട്ടാൻ ചാൻസസ് ഇല്ല. ഏതായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങി കുറച്ച് നേരം ആ സ്ട്രീറ്റിലുണ്ട്. കുറേ അടിപൊളി സ്ട്രീറ്റ് ഉണ്ട് ഇവിടെ. അവിടെയൊക്കെ പോയിട്ട് പറ്റുവാണെങ്കിൽ, മഴ ഇല്ലെങ്കിൽ നമുക്ക് അവിടോട്ടൊന്ന് പോയിട്ട് വരാം. ഓക്കെ. ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ. ബാഗ്, ഒത്തിരി കളക്ഷൻ ഉണ്ട്. നല്ല ഫാഷനിലുള്ള ഇതാണ്. പക്ഷെ അതിൽ നാൾ ലാസ്റ്റ് ചെയ്യത്തുള്ളതേ ഉള്ളൂ. വല്ലപ്പോഴും ഇടാനാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. ചെരുപ്പ്, ഡ്രസ്സസ് ചീപ്പായിരിക്കാം. ചെറിയ ചീപ്പാണല്ലോ. അതവിടെ കിട്ടുമായിരുന്നല്ലോ. അതോ അവിടെ ഉണ്ട്. ഇവിടുന്ന് വാങ്ങിക്കണ്ട, ഇവിടെ കാണില്ല. ഇവിടുത്തെ സൈഡിലത്തെ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആരും കാണുന്നില്ല. അവരെയൊക്കെ മാറ്റിയതാണ് ആണെന്ന് തോന്നുന്നു കേട്ടോ. പണ്ട് ഇവിടെ ഇഷ്ടംപോലെ സൈഡിൽ ഇഷ്ടംപോലെ, ഈ സൈഡിലെല്ലാം ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം മാറ്റി. സൂപ്പറായിരിക്കും. ഇതാണ് ഈ സ്ട്രീറ്റ്. ആകെ കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷെ ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല കേട്ടോ. ചായ എന്തോ മേടിക്കാൻ പോകും. കടി അതേ ഉദ്ദേശിച്ച വള, കുപ്പിവളം. നല്ല തിരക്ക് അവിടെ. അവിടെ എവിടെയോ ഉണ്ടൊരു കട. കേട്ടോ ഹീറോ കഷ്ടം. ഇതാ ഇതേ കമ്മലുകടയോ? എടി ചെരുപ്പുണ്ട്. അപ്പോൾ ചുമ്മാ പോയി ചെരുപ്പ് നോക്കാം. എന്താ വേണ്ടി വെറൈറ്റിയാ. ഇത് 100 രൂപയായിരിക്കും മിക്കവാറും. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. എത്രടിയല്ലേ ചോദിച്ചു? എത്ര? 590. ഈ വൈറ്റിന് എത്ര? 490. അയ്യോ അതെല്ലാം വൈറ്റ്. എനിക്കത് ഇഷ്ടം. അയ്യോ തള്ളിയിട്ട് നല്ല രീതിക്ക് മഴ ആറി തുടങ്ങിയിട്ടുണ്ട്. അതെ, നമുക്കവിടെ ഒരു കമ്മലുകട ഉണ്ട്. അവിടെ പോയി നിൽക്കാം. നമുക്ക് കമ്മലും നോക്കാം. അതുപോലെ തന്നെ മഴയും കൊള്ളത്തില്ല. വാ. ഒരു കമ്മൽ ലോകത്തോട്ട് കയറുന്ന കേട്ടോ ഇവിടെ കയറുന്നത്. കാരണം ഇഷ്ടം പോലെ കമ്മൽ കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ.
മൊത്തം പോയി തന്നു. ഇഷ്ടംപോലെ വെറൈറ്റീസ് കമ്പൽസ് കേട്ടോ ഇവിടെ. ആക്ച്വലി ഇത് ഭയങ്കര രസമുണ്ട്, ഭയങ്കര ഭംഗിയുണ്ട്. അത് വേണ്ട, അതൊന്നും എടുക്കരുത്. പക്ഷേ ഇത് പിടിച്ചു നോക്ക്, ഇതിൻ്റെ ഒക്കെയാണ് കിട്ടുക. ഏത് ഡ്രസ്സ്? ഇപ്പോൾ കല്യാണത്തിനിടാൻ വേണ്ടി അത് സെയിം കളർ എടുക്കണ്ട. അതിനോടൊപ്പം ഇതുപോലത്തെ വൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ആ വൈറ്റ് ഉണ്ടെങ്കിൽ കൊള്ളാം. ചന്തു ഇങ്ങനെ അത് കൊള്ളാം കേട്ടോ. ഇതിനെത്ര? കൊള്ളാം കേട്ടോ ചേട്ടാ. ഇതിനെത്ര? 100. ഇപ്പോൾ നമ്മളിനിയും പോകാൻ ഇറങ്ങി കേട്ടോ. നമുക്ക് ചായ കുടിക്കാൻ പോകും. നീ ഇവിടെ പോയി ചായ കുടിക്കാൻ? എന്നാൽ പിന്നെ അവിടെ കയറി ചായ കുടിക്കാൻ പോലെ. ഇവിടെ നീ കട അടച്ചടി. എവിടെ കട അടച്ചു? എപ്പോഴും ഫുൾ കടകൾ, എപ്പോഴും ഇവിടെ ആള് കാണും. ഒഴിഞ്ഞ ഒരു പ്ലേസായിട്ട് ഇന്ന് വരെ ഇവിടെ നമ്മൾ വന്നപ്പോൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഫുൾ ടൈം ഓണാണ് ഇവിടെ. അവിടെ തിരക്കാട്ടോ. ഇതോ അവിടെ അന്നാഭവനുണ്ട്. ബാ നേരെയുള്ള അന്നപൂർണ്ണയിൽ പോയി നമ്മൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പണ്ട് ഈ ചായ കുടി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ചായക്ക് അഡിക്റ്റായി പോയത്. ബാബാ അയ്യോ അല്ലല്ലോ, സിഗ്നൽ വേണ്ടിയില്ലേ? ഇവിടുത്തെയാണോ വേണ്ടി? ഒരു ചില്ലി പൊറോട്ട, ഒരു ബട്ടൂര. എങ്ങനെയുണ്ട് ചായ? ഫുഡ് കഴിച്ച സ്ഥലം ഹോട്ടൽ അന്നപൂർണ്ണ. ഇവിടെ നല്ല ഫുഡാണ് കേട്ടോ. ആരെങ്കിലും ഇതുവഴി വരുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഊബർ ബുക്ക് ചെയ്തേക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, നൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോയ്ക്ക് നല്ല റേറ്റാണ്. 50 രൂപയുടെ ഓട്ടത്തിന് അവർ 100 രൂപയൊക്കെയാണ് ചോദിക്കുന്നത്. അത് കാരണം നമ്മൾ ഊബർ ബുക്ക് ചെയ്തു. അപ്പോൾ എത്തുമെന്ന് കാണിച്ചിട്ടുണ്ട്. എവിടെ ഇതേ വന്ന് ഇതാണ് നമ്മുടെ ഓട്ടോ. കമോൺ.
ഞങ്ങളപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവാണ്. നമ്മൾ ഊബർ ഇവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങി. എന്നിട്ട് കുറച്ച് നടക്കാനേ ഉള്ളൂ. നടക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ഭയങ്കര പീസായിട്ട് നടക്കാമെന്ന് കരുതി. അതെ, കാണിച്ചു തരാം. ആൾക്കാരൊന്നുമില്ല കേട്ടോ, കാരണം ഇന്ന് സൺഡേയും കൂടി ആയതുകൊണ്ടേ അധികം ആൾക്കാരില്ല. അപ്പം ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ലൈറ്റൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോസ്റ്റലിലെത്താറായി. ഇനി അടുത്ത വീഡിയോ കാണാം. ഹായ് ചൈ.